ദിലീപ് ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പാട്ട് എഴുതിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അതിലത്തെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞിട്ട് പിന്നത്തെ പാട്ട് പറഞ്ഞു. അയാൾ പറഞ്ഞു, ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞാൽ മതി, ഒരു പാട്ടേ നിങ്ങൾക്കുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. എനിക്കെന്താ പ്രശ്നം? എന്നെ ആ ദീപക് ദേവിൻ്റെ രണ്ടാമത്തെ നിലയിലുള്ള ഇതിലേക്ക് നടന്ന് കയറ്റിയിട്ട് അവിടെ പോയിരുന്ന് പാട്ട് എഴുതാൻ ഒരു പാട്ട് എഴുതി കൊടുത്തു. പിന്നെ അയാൾ വിളിച്ചു പറഞ്ഞു, ഇനി അടുത്തത് വേറെ നമ്പർ എഴുതുന്നു. അത്ര ദിക്കായിരുന്നു അയാൾ വേണ്ടത്. ഞാൻ ഇറങ്ങി വന്നു ചോദിച്ചു, എനിക്ക് വേണ്ട അവൻ്റെ പാട്ട് പടം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓനെ ഭരതട്ടെ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല, പിന്നെ ഒന്ന് ഇവനെ ഞാൻ കേൾക്കില്ല. ഓനിപ്പോൾ ഇത് കണ്ടോട്ടെ, എന്നെ വിളിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, എനിക്കില്ല. ഓനെ ഞാൻ വിളിക്കില്ല, എനിക്കൊന്നും പേടിയില്ല. ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ചുള്ള കാര്യത്തിലൊന്നും എനിക്ക് പേടിയില്ല. ഒറ്റ ഭാഷ എനിക്കുള്ളൂ, ഒറ്റ മനസ്സേ ഉള്ളൂ. തോന്നുമ്പോൾ മാറുകയും വീട്ടിനകത്ത് വേറൊരു ഭാഷയും പുറത്ത് വേറൊരു ഭാഷയില്ല. ഞാൻ അതിൽ ഉറച്ച് വിശ്വസിക്കുന്നു, ഞാൻ ഉറച്ച് നിൽക്കുന്നു. എൻ്റെ ധീരതയും എൻ്റെ സ്നേഹവും അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നത് സ്നേഹിക്കുക, സ്നേഹം മാത്രമാണ് സത്യം. സ്നേഹമില്ലെങ്കിൽ പാട്ട് എഴുതാൻ പറ്റില്ല, എഴുതാനും പറ്റില്ല, മ്യൂസിക് ചെയ്യാനും പറ്റില്ല, പാടാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. നമ്മൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ശ്രുതി ചേർന്നില്ലെങ്കിൽ ഇതെല്ലാം തെറ്റും. കുറച്ച് നേരം ബോറടിക്കുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് പോകും, മോളെണിക്കും, ഇദ്ദേഹം എണീക്കും, എല്ലാവർക്കും പറ്റാണ്ടാവും ഇല്ലേ? ഞാൻ നിങ്ങൾക്ക് ചേരാത്ത ഒരു സാധനം പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? നിങ്ങൾക്ക് എല്ലാവർക്കും ചേരുന്നതേ ഞാൻ പറയുള്ളൂ. ലോകത്തിന് കേൾക്കാവുന്ന പാട്ടേ ഞാൻ എഴുതുള്ളൂ. എനിക്കറിയാം ഇത് ക്ലിക്കാവുക എന്നുള്ളത് എനിക്കറിയാം, അന്നേ അറിയാം. അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ക്ലിക്കായത് പാട്ട്. അതറിയാത്തൊരുത്തൻ, ജനങ്ങളുടെ പൾസ് അറിയാത്തൊരുത്തന് നേരെ എഴുതാൻ പറ്റില്ല. അതാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും എല്ലാം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ പോലും ഉണ്ടല്ലോ, മറ്റേ രാജഹംസത്തിൽ പോലും ആ നാഥനെ അതുണ്ടല്ലോ, ശരിക്കുണ്ട്. അത്ര ക്ലീനായിട്ട് ഞാൻ എഴുതുള്ളൂ, അത്ര വേണ്ടത് എഴുതുള്ളൂ. ആവശ്യമില്ലാത്ത പയ്യാരൊന്നും എഴുതാറില്ല. അത് നബിയെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. പണക്കാട്ടേക്കുള്ള വഴി നന്മകൾ പച്ച വിരിച്ച വഴി ഞാൻ അവരെ എഴുതിയിരുന്നു. എനിക്ക് അവർ നല്ല ആൾക്കാരാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞു എന്നോട്, ഇന്നല്ലാഹ മഹസാബിരീൻ, അതായത് ഈ ക്ഷമിക്കുന്നതിൻ്റെ കൂടെ മാത്രമേ അള്ളാഹു ഉണ്ടാവുള്ളൂ. എനിക്ക് ഒരിക്കലും മറക്കില്ല. ഞാൻ എൻ്റെ പടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല കാര്യമല്ലേ ക്ഷമിക്കുക. ഞാനത് ജീവിതത്തിൽ നടപ്പാക്കുന്ന ആളാണ്. അന്നേ അത് അദ്ദേഹം പറഞ്ഞ പോലെക്ക് ഞാൻ നടപ്പാക്കുന്നത്. എല്ലാവരും പൊറുക്കുക, സ്നേഹിക്കുക എന്നുള്ളത് അതന്നെ. പാണക്കാട് തങ്ങൾ മരിച്ചുപോയ ആദ്യത്തെ അതെ മുഹമ്മദ് അലി ശിഹാബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഒന്നാണ് നമുക്ക് വന്നത്. എനിക്കതിൽ ജാതിയില്ല, മതവുമില്ല, ഒന്നുമില്ല. പണ്ട് ടാക്സി പിടിക്കുമ്പോഴേ കാറിൽ ഇതുപോലെ പാട്ട് വെക്കും, കറുപ്പിനിടയൊക്കെ വെച്ചാൽ ഇഷ്ടമല്ലടാന്നൊക്കെ വെച്ചാൽ, അയ്യോ സാറ് ബാക്കിലുണ്ട്, എൻ്റെ പാട്ടാത്, സാറ് ബാക്കിലുണ്ട് കേൾക്കേണ്ടത്. ടാക്സിക്കാരൻ പറയും, അത് വേണ്ട, അത് എൻ്റെ പാട്ടാണ്, ഒരു കുഴപ്പമില്ല, നീ വിട്ടത്. ഇതൊക്കെ തമാശയാണ്, രസമാണ്. പക്ഷേ ഞാൻ ഇതിലൊക്കെ സ്ത്രീപക്ഷമാണ് പറഞ്ഞിട്ടുള്ളത്. വേണ്ട മോനെ ഇന്ന് ഏதாவது കളിയുടെ ഇതിൽ പറഞ്ഞു ഇതല്ലേ, അതെ, വേണ്ട മോനെ എന്ന് പറഞ്ഞു. അതുപോലും സ്ത്രീപക്ഷത്തിലേ ഞാനുള്ളൂ. കറുപ്പിനഴകിൽ പോലും സ്ത്രീപക്ഷമാണ്. സ്ത്രീകളെ ദ്രോഹിക്കുന്ന ഒരു വാക്ക് ഞാൻ പറഞ്ഞില്ല, ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല, ശാരീരികമായിട്ടുമില്ല മാനസികമായിട്ടും ചെയ്തിട്ടില്ല, ഒരിക്കലുമില്ല. അതെ, അത് തമാശയായിട്ട് ചെയ്യും. ഇപ്പോൾ ഇവനൊക്കെ ഉണ്ടല്ലോ, ഈ നമ്മൾ ഗിരീഷ് പോലും ഈ നിൻ്റെ മാറത്തെ മറുക എന്നെല്ലാം പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാൻ പാടില്ലത്. അത് അയാൾക്കില്ല, ഭാര്യ അമ്മയൊക്കെ. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും എഴുതാൻ പാടില്ല വൃത്തിയായിട്ട്, അതൊക്കെ അസഭ്യമല്ലേ ഇത്. അത് നമുക്കുമില്ല. എൻ്റെ പെങ്ങളോട് ഞാൻ പറയുന്നത് അങ്ങനെ, എൻ്റെ പെങ്ങളോട് പറയുന്നത്, അമ്മയോട് പറയുന്നത് ഞാൻ എഴുതാൻ പാടുള്ളൂ. അത് ഞാൻ ചെയ്യാറുണ്ട്, പാലിക്കാറുണ്ട്.
അല്ല, ഇറോട്ടിക്ക് ആവാം, പറയുന്നത്രയാവാം. പറയാൻ പറ്റില്ല, പറ്റാത്ത പറയാൻ പറ്റില്ല. ഈറോട്ടിക്ക് എന്ന് പറഞ്ഞാൽ തുണി കഴിക്കലല്ല. മനസ്സിൽ അതിനൊരു ഒഴുക്കാവാം, അത് വേണം. ലൈംഗികത പറഞ്ഞാൽ നിഷിദ്ധമൊന്നുമല്ല. പക്ഷെ അത് പെങ്ങളുടെ ഉടുപ്പിച്ചിട്ട് വേണം. അത് എല്ലാം പെങ്ങളാണ്. അവരെ പാട്ട് കേൾക്കുന്നത്, എൻ്റെ പാട്ട് കേൾക്കുന്നവരാണ് അല്ലേ. അവരെ മറന്നിട്ട് ഞാൻ ചെയ്യില്ല. നിങ്ങൾ ഏതെങ്കിലും ഉദാഹരണം പറഞ്ഞു ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ പഠനം വേറെയാണ്. ഈ വിപ്ലവ സംസ്കാരത്തിൻ്റെ ഒരാളാണ് അദ്ദേഹം. ഞാനതല്ല. വിപ്ലവ സംസ്കാരം എന്ന് പറയുന്നത് ഒരു സവർണ സംഭവമാണ്. ഉണ്ട്. അത് പിന്നെ അന്നത്തെ കാലമല്ലേ ഇത്. അവരെ അംഗീകരിക്കുന്ന കാര്യമൊന്നുമില്ല. നിറച്ച് ഊണ് കഴിച്ച് സുഖമായിട്ട് ഇരുന്നിട്ട് എഴുതുന്ന പാർട്ടികളാണ്. നമ്മളൊക്കെ പട്ടിണി കിടന്നിട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ പട്ടിണിയെ പറ്റി ഓർമ്മിച്ചിട്ട് എഴുതുന്നത്. നമ്മളെന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് ചെയ്യാൻ എത്രയോ മാർഗങ്ങളുണ്ട്. നേരത്തെ അതിനെ വെച്ചുപോലെ രാജഹംസമൊക്കെ എഴുതിയ കൈതപ്രം എങ്ങനെയാണ് ലജ്ജാവതിയിലേക്ക് പോകുന്നത്? അവർ അല്ല, ലജ്ജാവതിയിൽ പോലും എറോട്ടിക്കായിട്ട് വൃത്തിയിടുന്നില്ല. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മൾ എഴുതി വെച്ചതല്ല അവർ ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ കവിത. നമ്മൾ അതിനു വേണ്ടിയല്ലേ എഴുതുന്നത്. ജയരാജ് പറയുന്നു, കളിവീട് എഴുതിച്ച അതേ ജയരാജ് പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. പക്ഷെ അതിൽ പോലും ഞാൻ എൻ്റെ മുദ്ര കാണിച്ചിട്ടുണ്ട് ആ ചലനത്തിലൊക്കെ. അത്രേ ചെയ്യണ്ടു, അത്രേ ആവാം. സാറ് പറഞ്ഞല്ലോ ഇതുവരെ ആരും പേടിയില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത്, ചെറുപ്പത്തിലെപ്പോഴും ഏറ്റവും കൂടുതൽ പേടിച്ച് ഇരുട്ടിനെ പേടി ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇരുട്ടിനെ പേടിയില്ല. വേറെ ഒന്നിനും പേടിയില്ല. ഇല്ല, ചിലപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടാവുമായിരിക്കും. മനസ്സുകൊണ്ട് എൻ്റെ അടുത്ത് വന്നാൽ എന്നെ ഭയപ്പെടുത്താൻ പറ്റില്ല. ദൂരെയുള്ള പ്രകൃതിയൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ടാവും. ഒരു മലയിടിച്ച് പോയാൽ ഞാൻ എന്തു ചെയ്യാനാ? അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പേടിക്കും. പക്ഷേ തൊട്ടടുത്ത് വന്നിട്ട് എന്നെ പേടിപ്പിക്കാൻ അവരുടെ നടക്കില്ല. മരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ പോടാന്ന് ഞാൻ പറയും. ജീവിതത്തിലെ ഏതെങ്കിലും സാഹചര്യത്തിൽ നീ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ടുള്ള അത്രേ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവില്ല മോളെ. പക്ഷേ നമ്മളെ വീണ്ടെടുക്കും. വിഷനൊക്കെ മരിച്ചു കഴിഞ്ഞ് ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ അവൻ്റെ അടുത്ത് വന്നിരുന്നില്ലേ, എന്ത് ചെയ്യാനൊക്കെ. ഞാൻ ജോലി ഹോസ്പിറ്റലിൽ സ്ഥലത്തും പോയേ ഇല്ല, എനിക്ക് കാണാൻ പറ്റില്ല. പക്ഷേ മരിച്ചിട്ട് എനിക്ക് കാണാതിരിക്കാൻ പറ്റുമോ? ഇനിയെന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യാനില്ല. ലോഹി ഭയങ്കര എൻ്റെ ആത്മാവിനോട് ചേർന്നിട്ടുള്ള ആളായിരുന്നു. സത്യം അത്. അതെ, ലോഹിയെന്ന് ഞാൻ തട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്. അന്ന് അയാൾ ഈ മൂക്കിൽ പഞ്ഞെന്ന് വെക്കുന്നതിന് മുമ്പേ അത് അയാളിങ്ങനെ കിടത്തിയിട്ടേ ഉള്ളൂ. മരിച്ചു എന്ന് പറഞ്ഞിട്ട് കിടത്തിയിട്ടില്ല. ഞാൻ തൊട്ടടുത്തുണ്ടായിരുന്നു. അത് ആഗതം എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ പാട്ട് എഴുതുന്നുണ്ടായിരുന്നു അപ്പുറത്ത്. അങ്ങനെയാണ് ഞാനും കമലൊക്കെ നേരെ വന്നത് ഇങ്ങോട്ട്. തൊട്ടടുത്താണ്, ലിസി ഹോസ്പിറ്റലായിരുന്നു. അതിനടുത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. നേരെ വന്നിട്ട് കണ്ടപ്പോൾ ഇയാളിങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ ഉറങ്ങുന്നതൊക്കെ അങ്ങനെയാണ്, ചത്ത പോലെ ഉറങ്ങുക ഇയാൾ. ഞങ്ങൾ വെച്ചാൽ ഭയങ്കര ആത്മബന്ധമാണ്. അയാൾ ഒരു കാര്യം പറയില്ല. അങ്ങനെയാണ് അയാളെ അമ്മ ജീവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അയാളുടെ ബോഡിയോട് കടത്തിയപ്പോഴാണ് അമ്മ വന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അയ്യോ ലോഹിയൊക്കെ അമ്മയുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറയാറുണ്ട്. അയാളൊന്നും പറയില്ല, സ്വന്തം കാര്യങ്ങളൊന്നും പറയില്ല അയാൾ. കമലാണോ ജയരാജാണോ കൈതപ്രത്തിൻ്റെ വരികൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത്? രണ്ടാളും ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല സാധനം കിട്ടിയിട്ടുണ്ട്. ജയരാജ് പറയും, പിന്നെ ജയരാജിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഡ്യൂറ്റ് ഇതാണെന്ന് പറയും, മറ്റേ എന്തിനു വേറൊരു സൂര്യോദയം. മലയാളത്തിലുണ്ടായ ഏറ്റവും നല്ല ഡ്യൂറ്റ് അതാണെന്ന് പറയും ജയരാജ്. പക്ഷേ അയാൾക്ക് നല്ല പാട്ട് എഴുതിയിട്ടുണ്ട്. നീലരാവിൽ ഞാൻ എഴുതിയിട്ടില്ലേ, അതെല്ലാം അങ്ങനെ. പക്ഷേ കമലെല്ലാം എടുക്കാനാണ്. രണ്ടുപേരും ഭരതൻ്റെ ശിഷ്യന്മാരല്ലേ. ആ ഗുരുവിൻ്റെ ഇത് രണ്ടുപേർക്കുണ്ട്. താങ്കളുടെ പാട്ട് ഏറ്റവും ഭംഗിയായി സ്ക്രീനിൽ അവതരിക്കപ്പെട്ട പാട്ട് ഇതാണ്. അല്ല, അങ്ങനെയില്ല. കമൽ പൊട്ടിക്കണ. അയ്യോ, എന്ത് ചെയ്താലും ഭയങ്കര സംഭവം. ആത്മാവിൻ പുസ്തകത്താളിലൊക്കെ അതെ, എല്ലാവർക്കും നല്ല സാധനം കൊടുത്തിട്ടുണ്ട്. വികാരം നോക്കുക. അയ്യോ ഭയങ്കര സംഭവം. അതെന്നെ മാത്രം കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വേണ്ടട്ടാ, ഞാൻ മാതൃഭൂമിയിലെ പ്രൂഫിലേക്ക് തന്നെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞത്
ഇത് ഒറ്റെണ്ണം മതി തന്നു വെറുതെട്ടുണ്ട് ഞാൻ പറഞ്ഞു. അത് പറയിച്ചു പുള്ളി. നിങ്ങളെ ചെമ്പിലെറിയുന്നതാ ഓരോന്നും ഇങ്ങനെ കാണിച്ചു തരുന്നു പുള്ളി. അത് തന്നെ തുടങ്ങുമ്പോൾ തന്നെ വികാര നൗകയുമായി തിരമാലകളാടിയില്ലെന്ന് പറഞ്ഞ് ഇയാളിങ്ങനെ ഇരിക്കല്ലോ അവിടെ. ആ വികാര നൗകയാണ് അയാൾ കാണിച്ചത് ഇങ്ങനെ ആടുന്നത്. എന്താ വിഷയം? ആ ചെമ്പിലെറിയാൻ സൂര്യനാണ് അങ്ങേയറ്റത്ത്. ഒരു ഭയങ്കര ഉദാത്തമായ കൺസെപ്റ്റാണ് ചെമ്പിലെറിയാനായിട്ട് സൂര്യനെ. അതാണ്. അതാ ഭരതേട്ടൻ അതിലും അപ്പുറത്ത് ഒരാളില്ല എനിക്ക്. എൻ്റെ പാട്ട് വിഷ്വലൈസ് ചെയ്തതിൽ ഭരതേട്ടൻ അപ്പുറത്ത് ഒരാളില്ല. ഭയങ്കര സംഭവമാണ്. ഭരതേട്ടൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്. ഭരതേട്ടനും ലോഹിയാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ്. പിന്നെ ജയരാജ്, കമൽ, ഇങ്ങനെ പോയിക്കും. ജയരാജ് ഇപ്പോഴുള്ള അതിൽ ഏറ്റവും ജയരാജാണ് എനിക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾ. ഇപ്പോൾ മലയാള സിനിമയിലാണെങ്കിലും മലയാള പാട്ടുകളിലാണെങ്കിലും ഇപ്പോൾ റിയലിസം ആണ് കൂടുതൽ, കാൽപ്പനികത വളരെ കുറവാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ റിഫ്ലക്ഷൻ ആകാറുണ്ട്. ജീവിതത്തിലും കാൽപ്പനികത കുറയുകയും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ താങ്കളെ പോലെ കവിത എഴുതുന്ന ഒരാൾ, വരികൾ എഴുതുന്ന ഒരാളുടെ ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു മാറ്റത്തെ? അത് നമ്മൾ സിനിമയിലെ എല്ലാ കാര്യങ്ങളും കാണിക്കാറില്ലല്ലോ. ജീവിതത്തിലെ മറച്ചു വെക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെക്കാറുണ്ട്. അതേപോലെയാണ് റിയലിസം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. റിയലിസം ചെയ്യാവുന്ന അത്രയും അവർ ചെയ്യാറുള്ളൂ. ബാക്കിയൊക്കെ അതിൽ കാൽപ്പനികത്വം തന്നെ അത് അല്ലേ. നമ്മൾ കാണിക്കാൻ പറ്റാത്തത് കാണിക്കുന്നില്ല എപ്പോഴും. അതേപോലെ പാട്ടിലും കാണിക്കേണ്ടത് കാണിക്കേണ്ടി വരും. കാൽപ്പനികത്വം കാണിക്കേണ്ടാത്തത് വിഡിതം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാണ്. അപ്പോൾ ഇത് റിയലിസം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. പങ്കെത്രാണ് ഇപ്പം. കല എന്ന് പറയുന്നത് ഒരു ലേശം കാൽപ്പനികത്വമാണ് അല്ലേ. ഞാൻ പറയുന്നത് ഇപ്പോൾ ഇയാൾ പിന്നെ ഭരതേട്ടനല്ല നമ്മളെ ഇപ്പോഴത്തെ അരവിന്ദനോ അല്ലെങ്കിൽ ഇയാളില്ലേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള ആളല്ലേ അടൂർ ഒരു എന്തിനാ റീറെക്കോർഡിങ് നോക്കുന്നത്? അത് കാൽപ്പനികതയല്ലേ. അയാൾ വെറുതെ ഇട്ടാൽ പോരെ. അതിന് റീറെക്കോർഡിങ് ചെയ്തില്ല അയാൾ. അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. കലയ്ക്ക് ഇതൊക്കെ കുറച്ച് ആവശ്യമാണ്. ഒരു ചെറിയ സപ്പോർട്ട്. ഇല്ലാതെ കലയില്ല.